ഇതിൻ്റെ വാറണ്ടി വരുന്നത് 2023 വണ്ടി തന്നെ 3 വർഷം കമ്പനി വാറണ്ടി കൊടുക്കുന്നുണ്ട്. 2026 9 മാസം വരെ വാറണ്ടി ഓൾറെഡി ഉണ്ട്. അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 6 മാസത്തിനിടയിൽ നമുക്ക് വണ്ടികൾ തരുന്ന കസ്റ്റമേഴ്സ്, അതായത് നമുക്കായിട്ട് വെക്കുന്ന കസ്റ്റമേഴ്സിന് 6 മാസത്തെ 20 വണ്ടി റെഫർ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ തായ്ലാൻഡ് ബ്രോക്കറേജും ഉണ്ടാവും, ഇൻസെൻറ്റീവും ഉണ്ടാവും, പ്ലസ് തായ്ലാൻഡ് ട്രിപ്പും ഉണ്ടാവും. അടുത്തത് ഒരു ബ്ലാക്ക് സോണറ്റ് KL 24 രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെ കാര്യങ്ങൾ? ഇത് 2021 മോഡൽ HTX IMT ആണ് വാഹനം വരുന്നത്. ടോപ്പിന്റെ തൊട്ട് താഴെ. അടുത്ത ക്രെറ്റയാണ്. ഇതാ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. ക്രെറ്റകളും അൽക്കാസറും ഉണ്ടായ വണ്ടികൾ. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ പെട്രോൾ IMT ആണ് വണ്ടി വരുന്നത്. S ആണ് ഓപ്ഷൻ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനസിന്റെ കൂടെ ക്യാപ്സിൽ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അനസ് എന്ത് പറ്റി? മൊത്തത്തിൽ ക്ഷീണം കാണുന്നുണ്ട്. ക്ഷീണം നല്ലൊരു പരിക്കുണ്ട്, കാലിന് പരിക്കുണ്ട്. അതാ ചെരുപ്പിട്ടേക്കുന്നേ? അതാ ചെരുപ്പിട്ടേക്കുന്നേ? ചെരുപ്പിട്ടേക്കണ ചൂടാൻ പറ്റുന്നില്ല, അപ്പൊ അതുകൊണ്ട് ചെരുപ്പിട്ടിട്ട് വന്നതായി. ഞാൻ വരുമ്പോ തന്നെ ഞൊണ്ടി കിടക്കുന്നുണ്ട്, ചോദിച്ചത്. അത് കളിച്ച സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തത്. ഓക്കെ, എന്തായാലും ക്യാപ്സിൽ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മാങ്കാവ് തിരുവനന്തപുരത്തിനടുത്താണ്. ഒരു സൈഡ് ഇങ്ങനെ ഹുണ്ടായി കാറുകൾ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. അൽക്കാസർ, അത് ബാക്കി ക്രെറ്റകൾ അല്ലേ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ ഒരു സെഗ്മെന്റ് തന്നെയാണ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കൂ, ഈ ഒരു സെഗ്മെന്റ് വണ്ടികൾ തന്നെയാണ് കൂടുതലും കൂടെ ലഭ്യമാകുന്നത്. അതിൽ തന്നെ മോഡൽ കൂടിയ കമ്പനി വാറണ്ടി ഒക്കെ നിലനിൽക്കുന്ന വാഹനങ്ങളും ഉണ്ടാവും അല്ലേ? ഉണ്ട്, ലോ കിലോമീറ്റർ ഉണ്ട്. ഒരു 3000 കിലോമീറ്റർ ഓടിയ സെൽട്ടോസ് വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊള്ളണം. അതേപോലെ തന്നെ നമ്മുടെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മുടെ വീഡിയോ റൈറ്റ് ടോപ്പ് കോർണറിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പുതിയൊരു ചാനൽ വരുന്നുണ്ട്, ജിതിൻ ബ്രോ സ്പീക്സ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്. ഇല്ല, കാറല്ല, വേറെ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സാർ, എന്തെങ്കിലും ഓഫേഴ്സോ കാര്യങ്ങളോ വല്ല നടക്കുന്നുണ്ടോ? ഓഫേഴ്സ് നമ്മൾ ഓൾവേസ് എപ്പോഴും പറയുന്ന മാതിരി ബൈബാക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. 1 ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനും മാത്രം വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. ഈ ബൈബാക്ക് എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാക്കി കൊടുക്കണം, എന്താണെന്ന് മനസ്സിലാവും. അതായത് 1 ഇയറിനുള്ളിൽ നമ്മൾ റിട്ടേൺ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എടുത്ത വണ്ടി നിങ്ങൾക്ക് റിട്ടേൺ വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാലും എപ്പം കൊണ്ടുവന്നാലും 1 ഇയറിനുള്ളിൽ 20% ഡിപ്രീസിയേഷനിൽ നമ്മൾ 20% ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ വണ്ടി കൊണ്ടുപോകുമ്പോഴുള്ള ആ ഒരു മെക്കാനിക്കൽ കണ്ടീഷനും എല്ലാം ഉണ്ടാവും. അതേപോലെ കിലോമീറ്റർ മാത്രം കൂടിയ പ്രശ്നമില്ല, അതിനനുസരിച്ചുള്ള ഡിപ്രീസിയേഷൻ. അല്ലാതെ ആക്സിഡൻ്റ് ആയി മാറി കൊണ്ടുവന്നാലൊക്കെ അതിൻ്റെതായ വില മാറ്റം അത് കൃത്യമായി പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. വേറെ എന്തെങ്കിലും? അതേപോലെ തന്നെ നമ്മളിപ്പം കസ്റ്റമർ ഡെലിവറി എടുക്കുന്ന സമയത്ത് നമ്മളൊരു സ്പിന്നിങ് വീൽ ഓഫറും കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ കാണുന്നുണ്ട്. 20,000 വരെ ഉണ്ട്. ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ആയിട്ടാണ്. അതായത് ഡെലിവറി എടുക്കുന്ന സമയത്ത് അവർക്ക് തന്നെ കറക്കിയിട്ട് അതിൽ എന്തായാലും എന്തെങ്കിലും ഒന്ന് കിട്ടും. മറ്റേ മറ്റേ സാധനമല്ലോ. ഇല്ല, അതിൽ സീറോ ഇല്ല. സീറോ എന്ന് പറയുന്ന സംവിധാനം ഇല്ല. അപ്പൊ എന്തായാലും എന്തെങ്കിലും ഒന്ന് കിട്ടും. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറ്റേ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ എല്ലാ സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം ഒരു കിയ സെൽട്ടോസ് ആണ്. KL 64 രജിസ്ട്രേഷൻ, വെറും 6 മാസത്തെ പഴക്കമുള്ള ഒരു വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2024 7 മാസം 31 വണ്ടി വരുന്നത്. ഓക്കെ, പെട്രോൾ, മാനുവൽ, HTK പ്ലസ് ഓപ്ഷണൽ, അതായത് പനോരമിക് സൺറൂഫ് വരെ വരുന്ന വണ്ടിയാണ്. മിഡിൽ ഓപ്ഷൻ വണ്ടി അല്ല, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് കിയ സെൽട്ടോസ്. എത്ര ഓടി? ഈ പറയുന്ന പോലെ ന്യൂ ഷേപ്പിൽ പനോരമിക് സൺറൂഫ് വരുന്ന. എത്ര ഓടി? ഇത് 3000 കിലോമീറ്റർ ആയി. 3000 കിലോമീറ്റർ മാത്രം ഓടിയ കമ്പനി വാറണ്ടി എല്ലാം ഉള്ള പുതിയ വാഹനം. എത്ര കൊടുക്കാം? എത്ര കൊടുക്കാം? ഇതിപ്പോൾ റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 14,85,000 രൂപ. 14,85,000. പുതിയ എത്ര ഉണ്ട്? 17,40,000 രൂപ. ഏകദേശം 3 ലക്ഷം രൂപ. 2.5 ലക്ഷം രൂപ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ എടുക്കാൻ പോകുന്നവരുണ്ട്, തീർച്ചയായും ഒന്ന് നോക്കിക്കോളൂ. 3,00,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ് അല്ലേ? അതെ. അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത വാഹനം കിയ സെൽട്ടോസ് തന്നെയാണ്. KL 31 രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് മനസ്സിലായ കാര്യങ്ങൾ? ഇത് 2023 മോഡൽ ന്യൂ ഷേപ്പ് സെൽട്ടോസ് ആണ്. പെട്രോൾ, മാനുവൽ, HTK പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. HTK പ്ലസ് അല്ലേ? 2023 ആണ്. മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്ന വാഹനമാണ്. വെന്റിലേഷൻ സീറ്റോ പുഷ്പട്ടം വരും. ഇത് പുഷ്പട്ടണ്, അലോയിൽ, ടച്ച് സ്ക്രീൻ, ബാക്ക് ക്യാമറ, അങ്ങനത്തെ എല്ലാം ഉണ്ട്. എയർ ബാഗ് കുറയും, വെന്റിലേഷൻ സീറ്റ് ഉണ്ടാവില്ല അല്ലേ? ഓക്കെ, വാറണ്ടി ഇപ്പോൾ എത്ര വരെ ഉണ്ട്? സൺറൂഫും വെന്റിലേഷൻ സീറ്റാണ് ഇതിന്റെ മെയിൻ കുറവ്. സൺറൂഫ് ഉണ്ടാവില്ല. വാറണ്ടി എത്ര വരെ ഉണ്ട്?
ഇതിൻ്റെ വാറണ്ടി വരുന്നത് 2023 വണ്ടി തന്നെ 3 വർഷം കമ്പനി വാറണ്ടി കൊടുക്കുന്നുണ്ട്. 2026 9 മാസം വരെ വാറണ്ടി ഓൾറെഡി ഉണ്ട്. അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇനിയും 4 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 4 വർഷം വരെ ഇപ്പോൾ 7 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കമ്പനി കൊടുക്കും. കിലോമീറ്റർ 10000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ആണ്. മാനുവലല്ലേ പറഞ്ഞേ? മാനുവൽ ആയതുകൊണ്ട് തന്നെ മൈലേജ് അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. ഒരു 17 റേഞ്ച് മൈലേജ് കൺഫേം ആയിട്ടുണ്ടാവും. ഇത് എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. ഞാൻ പറയുന്നതാണ്. അതെ, നമ്മളെ ഫോണിൽ ഒരു ഒട്ടുമിക്ക വണ്ടിയുടെയും വീഡിയോസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. മൈലേജ് കിട്ടുന്ന കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലോങ് ഡ്രൈവ് ആണ് പറയുന്നത്. ടൗണിൽ നിന്നല്ല, ടൗണിൽ നിന്നാലും കുറയും. 13-14 പ്രൈസും കൂടെ പറഞ്ഞോളൂ. റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 12,90,000 രൂപ. 2023 XTK പ്ലസ് ആണ്. അതെ അതെ. ഓക്കെ, ന്യൂ ഷേപ്പ് വണ്ടി. ഒരു 11.5 ലോൺ കിട്ടും. 17 ലോൺ കിട്ടും, സുഖമായിട്ട് കിട്ടും. കയറുള്ള 90-95% നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെയ്യാനും പറ്റും. വാറണ്ടി മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. അടുത്ത വണ്ടിയിലോട്ട് പോകും. അടുത്ത ക്രെറ്റയാണ്. ഇതാ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. ക്രെറ്റകളും അൽക്കാസറും ഉണ്ടായ വണ്ടികൾ. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2022 മോഡല് പെട്രോൾ IMT ആണ് വണ്ടി വരുന്നത്. എസ് ആണ് ഓപ്ഷൻ. മിഡിൽ ഓപ്ഷൻ ആണ്. ഓക്കെ, IMT സിംഗിൾ ഓണർഷിപ്പിൽ വെറും 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാനാണ്. ഓക്കെ, സെമി ഓട്ടോമാറ്റിക് വാഹനമാണ് IMT. ഗിയർ മാറ്റാം, ക്ലച്ച് ഉണ്ടാവില്ല, വണ്ടി ഓഫ് ആയി പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിന്റെ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, 2022 2025 8 മാസം വരെ കമ്പനി വാറണ്ടി ഉണ്ട്. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. KL 31 രജിസ്ട്രേഷൻ ആണ്, ബ്ലാക്ക് കളർ. എസ് പുഷ്പട്ടൻ വരുമല്ലോ. പുഷ്പട്ടൻ അല്ലാണ്ട് പുഷ്പട്ടന് അലോയില് ഡീഫോഗർ, ഫോഗ് ലാമ്പ്, ബാക്ക് വൈപ്പർ എല്ലാം വരുന്നുണ്ട്. സ്ക്രീന്, ക്യാമറ എല്ലാം ഉണ്ടാവും. ഇതിലും കുറവ് എന്ന് പറഞ്ഞാൽ പാനോരമിക് സൺറൂഫ് ഉണ്ടാവില്ല. ആ ഒരു കുറവ്. പ്രൈസിങ് എങ്ങനെയാണ്? ഇത് റേറ്റ് വന്നിട്ട് ചോദിക്കുന്നത് നമ്മൾ 13,75,000. 13,75 അല്ലേ? 2022 എസ് ഓപ്ഷൻ ക്രെറ്റ പെട്രോൾ IMT വെച്ചാൽ സെമി ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതെ അതെ. ഒരു 90% ലോൺ കയറുള്ളൂ. ലോൺ ചെയ്യാം. അടുത്ത ക്രെറ്റയാണ് സെയിം ഷേപ്പ് തന്നെ, KL 2 വണ്ടി. എങ്ങനെയാ? ഇത് 2023 മോഡല് 24 രജിസ്ട്രേഷൻ പെട്രോൾ ഓട്ടോമാറ്റിക് SX ഓപ്ഷണൽ. ഫുൾ ഓപ്ഷനാണ്. സിംഗിൾ ഓണർഷിപ്പാണ് വാഹനം വരുന്നത്. വെറും 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 24 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. അതിൽ നിന്നാണ് ബാക്കി വാറണ്ടിയും കാര്യങ്ങളും. വാറണ്ടിയൊക്കെ 2027 വരെ വാറണ്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏറ്റവും ടോപ്പിന്റെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി ക്രെറ്റ. ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടാവും. വെന്റിലേഷൻ, നേരത്തെ പറഞ്ഞ സീറ്റ് വെന്റിലേഷൻ എല്ലാം വരും. പാനോരമിക് സൺറൂഫ്. ഓക്കെ, ബാക്കി കോമൺ ആയിട്ട് വരുന്ന എല്ലാ ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. മാക്സിമം വാറണ്ടി ഇപ്പോൾ 24 എന്ന് പറയുമ്പോൾ 27 വരെ കമ്പനി വാറണ്ടി. നമുക്ക് ഇനിയും 4 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാം. 2031 വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ. ഓണർഷിപ്പ് സിംഗിൾ തന്നെ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, എത്ര ഇപ്പോൾ? ഇത് റേറ്റ് വയ്ക്കുന്നത് 17,90,000 രൂപ. 17,90,000. SX ഓപ്ഷനിലാണ്. 2023 മോഡൽ, 24 രജിസ്ട്രേഷൻ ക്രെറ്റ. ഓക്കെ, മാക്സിമം ലോൺ കയറും അല്ലേ? ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ശരി, ഓക്കെ. അടുത്ത വണ്ടിയിലുണ്ട്. അടുത്ത ക്രെറ്റ വന്നു. KL 40 രജിസ്ട്രേഷൻ ആണ്, പെരുമ്പാവൂർ രജിസ്ട്രേഷൻ വണ്ടി. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2020 മോഡൽ SX മാനുവൽ പെട്രോൾ ആണ് വാഹനം വരുന്നത്. SX മാനുവൽ പെട്രോൾ അല്ലേ? ടോപ്പിന്റെ താഴേക്ക് വരുന്ന ഓപ്ഷൻ ആണ്. അതെ. ഇതിനകത്തും പാനോരമിക് സൺറൂഫും, പുഷ്പട്ടനും, ടച്ച് സ്ക്രീനും, ബാക്ക് ക്യാമറ എല്ലാം വരുന്നുണ്ട്. അകത്തല്ലേ, പുറത്തല്ലേ? സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് വാഹനം വരുന്നത്. ഇത് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 61,000 കിലോമീറ്റർ. 61,000 രൂപ വണ്ടി. എത്ര കൊടുക്കുക? ഇത് 11,85,000 ചോദിക്കണം. എക്സ്റ്റൻഡ് വാറണ്ടി ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, നമ്മുടെ ഷോറൂം വാറണ്ടി ഉണ്ടാവും. ഓക്കെ, കമ്പനി വാറണ്ടി ഇല്ല. ഓക്കെ, ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? ഇല്ല. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്ത ക്രെറ്റ KL 84 വണ്ടി. കൊണ്ടോട്ടി 2022 മോഡല് 12 മാസം വണ്ടിയാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്രോൾ മാനുവൽ സിംഗിൾ ഓണർഷിപ്പ്, വെറും 47,000 കിലോമീറ്റർ ആയിട്ടുള്ള വണ്ടി. ഏതാ ഓപ്ഷൻ? SX. സെയിം ഓപ്ഷൻ ആണ്. സെയിം തന്നെയാണ് അല്ലേ? സെയിം വില തന്നെയാ വരുന്നത്? അല്ല, ഇത് 22, മറ്റേ 20,000. ഓക്കെ, റേറ്റ് വരുന്നത് 13,75,000. 13,75,000. 2022 SX ക്രെറ്റ കൊണ്ടുപോകാം. സർവീസ് എല്ലാം പ്രോപ്പർ അല്ല കമ്പനി? കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. കാണിച്ച എല്ലാ വണ്ടിക്കും ഉണ്ട്. ഹിസ്റ്ററി കൈ കൊടുക്കണം. ഉണ്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കാം, കുഴപ്പമില്ല. ഇതിന്റെ സർവീസ് ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ളത് 44,000 കിലോമീറ്ററിലാണ്. അതിന്റെ കഴിഞ്ഞിട്ടുള്ളത് 54,000 കിലോമീറ്ററിലാണ്. ഓക്കെ, മുമ്പ് കാണിച്ചില്ല. ഓക്കെ, എന്തായാലും മാക്സിമം ലോണും കിട്ടില്ല? മാക്സിമം ലോണും കിട്ടും. ഇനിയും ക്രെറ്റ ഉണ്ടോ? ഇനി ക്രെറ്റ വരുന്നുണ്ടോ? ഓട്ടോമാറ്റിക് തന്നെ. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ടോ. അടുത്തത് KL 5 രജിസ്ട്രേഷൻ അൽക്കാസർ നിങ്ങളെ മുന്നിൽ കാണിക്കുകയാണ്. പക്ഷേ ഇതല്ല വണ്ടി, വേറെ വരാനുണ്ട് അതെ അല്ലേ?
ഇത് ഒരു ടോക്കൺ മേടിച്ചിട്ടുള്ളതാണ്. പുള്ളി ലോണ് കൊടുത്താണ്. ഓൾമോസ്റ്റ് അപ്രൂവലും കാര്യങ്ങളും നിൽക്കുകയാണ്. ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുമെന്ന് അറിയില്ല. എന്നിരുന്നാലും എന്തായാലും കാണിക്കാം, ഇത് വെച്ച് കാണിക്കുകയാണ്. സെയിം വണ്ടി വേറെ വരാനുണ്ട്. ഓക്കെ, എന്തായാലും പറഞ്ഞോളൂ ഇതിന്റെ ഡീറ്റെയിൽ. ഇത് 2022 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് പ്ലാറ്റിനം ഓപ്ഷനാണ്. മറ്റേ വരാനുള്ള സെയിം ഓപ്ഷനാണ് ഡീസൽ പ്ലാറ്റിനം അല്ല? സെയിം ഓപ്ഷനാണ്, സെയിം കളറാണ്. അത് ശരി, എല്ലാം കിലോമീറ്ററിൽ മാത്രം ഒരു പൊട്ടിക്ക് കുറവുണ്ട്. അത് 39 ഇത് 41,000 കിലോമീറ്റർ ആണ്. ഓക്കെ. അപ്പം സിംഗിൾ ഓണർഷിപ്പ് ആണ്. രണ്ടും 2022 ആണ്. അപ്പോൾ സെയിം വില തന്നെയായിരിക്കും? സെയിം വിലയാണ്. 18 ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്നു. 18,50,000 രൂപയ്ക്ക് 2022 അൽകാസർ 6 സീറ്റർ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. സെയിം ക്രെറ്റ തന്നെ, വേറെ ഒന്നല്ല. സൈസ് 6 സീറ്ററിലേക്ക് ആവുന്നുള്ള ഇതേ ഉള്ളൂ. ടോപ്പിലേക്ക് പോകുമ്പോൾ വെന്റിലേഷൻ സീറ്റ് കാര്യങ്ങളൊന്നും ഇതിൽ വരില്ല. നേരെ കുറച്ച് ഇതിനകത്ത് ഫ്രണ്ട് ക്യാം കാര്യങ്ങളെല്ലാം ഉണ്ട്. ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും എല്ലാം വരുന്നുണ്ട്. സ്ക്രീന്, ക്യാമറ, പനോരമിക് സൺറൂഫ്, ഒട്ടുമിക്ക എല്ലാ ഓപ്ഷൻസും. ഒരു 17 സീറ്റ് ഇല്ല. ഒരു 17 ലക്ഷം ലോൺ കയറും. സുഖമായിട്ട് കയറും, കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വണ്ടി നോക്കാം. ഇനിയും വരാനുണ്ട് വേറെ സ്റ്റോക്ക് വേണമെങ്കിൽ അത് നോക്കാം. അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്ത സെൽറ്റോസ് ആണ്. KL7 രജിസ്ട്രേഷൻ, പഴയ ഷേപ്പാണ്. GT ലൈൻ ഏറ്റവും ടോപ്പ് എൻഡ് 7 സ്പീഡ് DCT ഓട്ടോമാറ്റിക് വാഹനമാണല്ലേ? അതെ. എങ്ങനെയാ കാര്യം? ഇത് 2020 പെട്രോൾ ഓട്ടോമാറ്റിക് 10 മാസമാണ് വണ്ടി വരുന്നത്. ഈ പറഞ്ഞ പോലെ DCT ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 31,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. ലോ കിലോമീറ്റർ ആണ്. അതെ. ലോ എന്ന് വെച്ചാൽ അത്ര ലോ അല്ല, അതായത് 2020 അപേക്ഷിച്ചിട്ട് ലോ കിലോമീറ്റർ ആണ്. കാരണം 4-5 വർഷമായി വണ്ടി, 5 വർഷമായിട്ടില്ല, ആവാറായി. എല്ലാ ഫീച്ചേഴ്സും ഇതിലും വരുന്നുണ്ട്. പുതിയൊരു ചെറിയ ഷേപ്പിൻ്റെ മാറ്റമേ ഉള്ളൂ. പിന്നെ ലോഗോ മാറും, ബാറ്റിങ് മാറും, അത്രേ ഉള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. സൺറൂഫ്, വെന്റിലേഷൻ സീറ്റ്, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, പിന്നെ ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, 6 എയർ ബാഗ് എല്ലാം വരുന്ന വണ്ടിയാണ്. ഇത് റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 14,40,000 രൂപ. 14,40,000 2020 GT ലൈൻ സെൽറ്റോസ് കൊണ്ടുപോകാം അല്ലേ? അതെ, ഒരു 12-13 കിലോമീറ്റർ എന്തായാലും കിട്ടും. മോഹൻലാൽ മറ്റേ ഇതിൽ തൂവാനത്ത് നാരങ്ങോട് ചേലോന്ന് പറയണേ. ആയിക്കോട്ടെ. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്തത് ഒരു ബ്ലാക്ക് സോണറ്റ് KL24 രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2021 മോഡല് HTX IMT ആണ് വാഹനം വരുന്നത്. ടോപ്പിന്റെ തൊട്ട് താഴെ IMT എന്ന് വെച്ചാൽ ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ, ഗിയർ ഉണ്ടാവും, ക്ലച്ച് ഉണ്ടാവില്ല. അതെ. സിംഗിൾ ഓണർഷിപ്പ്, 44,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. വാറണ്ടി എക്സ്റ്റൻഷൻ ഒന്നുമില്ലല്ലോ? ഇല്ല, എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. എത്ര കൊടുക്കാം? ഇത് 9,50,000 രൂപ. 2021 HTX പ്ലസ് അല്ലേ? 9,25,000. ലോൺ എത്ര കിട്ടും? ഒരു 50,000. 9,50. ഓക്കെ, ലോൺ എത്ര കിട്ടും? ഇത് ലോണ് നമുക്കൊരു 8-8.25 ലോണ് പാസ്സാവും. 1-1.25 ഉണ്ടെങ്കിൽ ബാക്കി ലോണ് കയറിപ്പോകും. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. Kയുടെ സോണറ്റ് ആണ് അടുത്ത വാഹനം. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ. നമ്പർ പ്ലേറ്റ് ഒക്കെ അയച്ചു വെച്ചതാ, പുതിയ വരും. ഓക്കെ, പുതിയ വരും. ഇത് 2021 മോഡൽ ഓട്ടോമാറ്റിക് കിയ സോണറ്റ് ആണ്. ഏതാ? HTX. ഫുള്ളി ഓട്ടോമാറ്റിക് അല്ലേ? ഫുള്ളി ഓട്ടോമാറ്റിക്. IMT അല്ല, ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. പിന്നെ HTX ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പിൽ 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓക്കെ, X പ്ലസ് GT ലൈൻ വരുന്നല്ലേ? ഏത് GT ലൈൻ ടോപ്പ് എൻഡ്, അതിന്റെ തൊട്ട് താഴേക്ക് താഴെ HTX. ഇതിലും ഓൾമോസ്റ്റ് എല്ലാ ഓപ്ഷനും ഉണ്ടാവും. ഇന്ന് GTX-ലേക്ക് പോകുമ്പോൾ വെന്റിലേഷൻ സീറ്റിന്റെ ഒരു കുറവുണ്ടാവും, അത്രേ ഉള്ളൂ. ബാക്കി ഒരു ഇത് ഒട്ടുമിക്ക ട്രാക്ഷൻ കൺട്രോൾ അടക്കം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓട്ടോ എത്ര പോയി? ഇത് 38,000 കിലോമീറ്റർ. പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. മൈലേജ് ഒരു 12-15 കിട്ടും. ആ റേഞ്ച് 12-15 റേഞ്ച് ആയിരിക്കും മൈലേജ് ഉണ്ടാവാം. സിറ്റിയിലൊക്കെ ഒരു 12 തന്നെ എക്സ്പെക്ട് ചെയ്താൽ മതി. സ്ട്രേറ്റ് റോഡാണ് ഒരു 15 വരെയൊക്കെ മൈലേജ് കിട്ടുക. പിന്നെ മെയിൻ്റനൻസ് കുറവാണ്. ഒരു 5,000-6,000 ഉണ്ടെങ്കിൽ മെയിൻ്റനൻസ് ചെയ്ത് പോകാം. എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ക്ലെയിം എന്തെങ്കിലും ഇല്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അതായത് ഈ ഇങ്ങനെ പറയുന്ന സംഭവം മേജർ ആക്സിഡന്റുകളാണ് ഉദ്ദേശിക്കുന്നത്. അതായത് തീരെ പെയിന്റ് റീപെയിന്റ് പോലും കയറിയിട്ടില്ല, അങ്ങനെയൊന്നും അവകാശപ്പെടുന്നില്ല. ഓക്കെ, ബമ്പർ അങ്ങനത്തെ മേജർ ആയിട്ടുള്ള അതേപോലെ ബോണറ്റ്, ഗ്ലാസ്, ഡോറ്, മെറ്റാലിക് പാർട്ടും അതേപോലെ തന്നെ മേജർ എന്ന് വെച്ചാൽ ചേസുകൾ, അപ്രോണ്, അങ്ങനത്തെ ഒക്കെ അതിലേക്കൊന്നും പറ്റിയിട്ടില്ല. വാറണ്ടി എക്സ്റ്റൻഷൻ എന്തെങ്കിലും ഉണ്ടോ വണ്ടിക്ക്? ഇല്ല, വാറണ്ടി കഴിഞ്ഞാണ്. നമ്മുടെ ഷോറൂം വാറണ്ടി ഉണ്ടാവും 1 ഇയർ. എഞ്ചിനും ഗിയർ ബോക്സും 1 ഇയർ അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ നമ്മുടെ ഷോറൂം വാറണ്ടി ഉണ്ടാവും. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? നമ്മൾ ചോദിക്കുന്നത് 10,45,000 രൂപ. 2021 38,000 കിലോമീറ്റർ ഓടിയ HTX ഓട്ടോമാറ്റിക് കിയ സോണറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 90% ലോണും കയറുമല്ലോ? കയറും. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ,
കിയ സോണറ്റാണ് അടുത്ത വാഹനം. KL11 വണ്ടി GT ലൈൻ ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ GT ലൈൻ ഫുൾ ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ്, 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള HTX IMT അല്ല GTX IMT ആണ് വാഹനം. IMT തന്നെയാണ് ഇത് അല്ലേ? 23,000 ഓടിയിട്ടുള്ളൂ. എത്ര കൊടുക്കാം? ഇത് റേറ്റ് വരുന്നത് 9,90,000 രൂപ. 990 GT ലൈനാണ്, IMT ആണ്. ഓക്കെ, 990 സീറ്റ് അടക്കം വരും. ഒരു 8.5 ലോൺ കിട്ടുമല്ലോ? ലോൺ കിട്ടും. 8-9 വരെ ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, താല്പര്യം വിളിച്ചോ. അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത വാഹനം MG ഹെക്ടർ ആണ്. KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2019 മോഡലാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഷാർപ്പ് 2019. സെക്കൻഡ് ഓണറിൽ 33,000 കിലോമീറ്റർ. എത്ര വണ്ടി ഇവിടുന്ന് വിറ്റ് പോയിട്ടുണ്ടാവും ഈ പെട്രോൾ ഓട്ടോമാറ്റിക്? ഒരു ഐഡിയ ഇല്ല. ഇത് ആക്ച്വലി നമ്മൾ ബൈബാക്ക് ചെയ്താണ്. വീണ്ടും അൽക്കസാർ എടുത്തൊരു കസ്റ്റമർ. ഇത് നമ്മൾ കൊടുത്ത വണ്ടിയായിരുന്നു. അല്ല, എത്ര പോയിട്ടുണ്ടാവും ഇവിടുന്ന് ഏകദേശം? എന്തായാലും ഒരുപാട് പോയിട്ടുണ്ട്. മന്ത്ലി എന്തായാലും നമുക്കൊരു 3-4 വണ്ടി പോകുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കാര്യം ഞാൻ കണക്കിൽ കുറച്ച് മോശമായുണ്ട്. അപ്പൊ മന്ത്ലി 3 വണ്ടിയാണ്. കൊല്ലത്തിലൊരു 36 വണ്ടി പോകും. 36x3 അല്ലേ? അത് 100-100ന്റെ മേലെ പോയി കഴിഞ്ഞു. എന്തായാലും പോയി കഴിഞ്ഞു. ഓട്ടോമാറ്റിക് മാത്രം. അതാണ് പറഞ്ഞത്. ഓക്കെ, ഏറ്റവും ടോപ്പിന്റെ ഷാർപ്പ്. അപ്പൊ അത്രയും മൂവിംഗ് ഉള്ളൊരു വാഹനമാണ്. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. വേറെ ഒന്നുമില്ല. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? ഇല്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇപ്പം സർവീസ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. സർവീസ് കഴിഞ്ഞിട്ട് ഒരു 100 കിലോമീറ്റർ പോലും ആയിട്ടില്ല. ഇപ്പൊ ഇവിടെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. അത് പോളിഷ് ചെയ്യാനുണ്ട്. പോളിഷ് ചെയ്ത് വൃത്തിയാക്കിട്ടേ കൊടുക്കുള്ളൂ. എത്ര കൊടുക്കുക ഇത്? ഇത് റേറ്റ് വരുന്നത് 11,90,000 രൂപ. ഓട്ടോ എത്ര? 33,000. 2019 ഷാർപ്പ്. കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ താല്പര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്ത വാഹനം റിനോ കൈഗറാണ്. KL65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ വണ്ടിയാണ്. 1 ലിറ്റർ വരുന്ന വാഹനം. എങ്ങനെയാ? ഇത് 2021 RXL മിഡിൽ ഓപ്ഷൻ ആണ് വാഹനം വരുന്നത്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. മിഡിൽ ഓപ്ഷനിൽ പവർ വിൻഡോസ് അങ്ങനത്തെ എല്ലാം വരുന്നില്ല? എല്ലാം ഉണ്ടാവും. എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. സ്ക്രീന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ക്യാമറ എല്ലാം ഉണ്ട്. എന്ന് പറയുമ്പോൾ പുഷ് ബട്ടൺ ഇല്ല. അത് ചെറിയ മാറ്റങ്ങൾ. മാനുവൽ 2021. മൈലേജും കിട്ടും. അത്യാവശ്യം മൈലേജും കിട്ടും. ഒരു 13 to 17 വരെയൊക്കെ എന്തായാലും മൈലേജ് ആ ഒരു റേഞ്ച് 15-16 റേഞ്ചൊക്കെ മൈലേജും കിട്ടും. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓട്ടം വന്നിട്ട് 33,000. പറഞ്ഞൂല്ല. എത്ര കൊടുക്കുക ഇത്? ഇത് റേറ്റ് 5,50,000 രൂപ. 5,00,000. 2021 RXL സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ് കൈഗർ. നിങ്ങൾക്ക് കൊണ്ടുപോകാൻ 33,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 5 lakhs ലോൺ കിട്ടും. 5 lakhs കിട്ടും. 5 lakhs കിട്ടും. പ്രൊഫൈലൊക്കെയാണ് 5, 5.25, 5.5 ഒക്കെ നോക്കി ചെയ്യാം. ഓക്കെ, കിട്ടിയേക്കാം. നോക്കാം. അടുത്ത വണ്ടിയിലോട്ട്. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഗ്രാൻഡ് വിറ്റാര. KL56 രജിസ്ട്രേഷൻ കൊയിലാണ്ടി വണ്ടിയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 11-ാം മാസം വണ്ടിയാണ്. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക് സ്മാർട്ട് ഹൈബ്രിഡ് ആണ് വാഹനം വരുന്നത്. സ്മാർട്ട് ഹൈബ്രിഡ്. ഓക്കെ, ഫുൾ ഹൈബ്രിഡ് അല്ല, സ്മാർട്ട് ആണ്. എത്ര മൈലേജ് കിട്ടും? 17-18 മൈലേജ് കിട്ടുന്നുണ്ട്. ഫുൾ ഹൈബ്രിഡ് ആണെങ്കിൽ 24 വരെയൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് 17-18 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. പിന്നെ പെട്രോൾ ഓട്ടോമാറ്റിക്കലി ഇത്ര കിട്ടാന്ന് പറയുന്നതും ഒരു ബെനിഫിറ്റ് ആണ്. അല്ല, ഇതിന്റെ വാറണ്ടി 2025 11-ാം മാസം വരെയാണ് വാറണ്ടി ഉള്ളത്. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർഷിപ്പ്. 39,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇത് പാർട്ടിയുടെ വണ്ടിയാണ്. പാർക്കിംഗ് സൈഡ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ഇങ്ങനത്തെ ഒരു കോമ്പാക്ട് SUV ടൈപ്പ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം മൈലേജിൽ ധൈര്യത്തിൽ എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. മെയിൻ്റനൻസ് കുറവാണ്. അങ്ങനത്തെ ഒരു വണ്ടിയാണ്. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? ഇത് 14,90,000 രൂപ. 2022 വണ്ടി അല്ലേ? 14,90,000 ഗ്രാൻഡ് വിറ്റാര കൊണ്ടുപോകാം. മാനുവൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഒരു ക്ലെയിം ഒന്നുമില്ല. ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഏത് വണ്ടിയാണെങ്കിലും കസ്റ്റമർക്ക് ഡയറക്റ്റ് കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇവിടുന്ന് ചെയ്തു തരും. ഒരു ജസ്റ്റ് ഒരു ടോക്കൺ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ എന്തെങ്കിലും മേജർ പ്രശ്നമോ ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അന്നേരം തന്നെ റീഫണ്ട് മേടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്യാപ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, മറന്നു വേണ്ട. അതേപോലെ തന്നെ ഇവരുടെ ഒരു സ്കീം നടക്കുന്നുണ്ട്. അതായത് നിങ്ങൾ വണ്ടികൾ നിങ്ങളെ ആർക്കെങ്കിലും റെഫർ ചെയ്ത് അവർ ഇവിടുന്ന് വണ്ടികളെടുത്ത് കൊണ്ടുപോവാണെങ്കിൽ അല്ലേ, മാസാമാസം അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് ആൾക്ക് ഒരു തായ്ലാൻഡ് ട്രിപ്പ് ഓഫർ ചെയ്യുന്നുണ്ട് ഇവർ കമ്പനി. മന്ത്ലി അല്ല, 6 മാസത്തേക്കാ. ഓക്കെ, 6 മാസത്തേക്കുള്ള ഓഫർ പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസത്തിനിടയിൽ നമുക്ക് വണ്ടികൾ തരുന്ന കസ്റ്റമേഴ്സ്, അതായത് നമുക്കായിട്ട് വെക്കുന്ന കസ്റ്റമേഴ്സിന് 6 മാസത്തെ 20 വണ്ടി റെഫർ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ തായ്ലാൻഡ് ബ്രോക്കറേജും ഉണ്ടാവും, ഇൻസെൻറ്റീവും ഉണ്ടാവും, പ്ലസ് തായ്ലാൻഡ് ട്രിപ്പും ഉണ്ടാവും. ഓക്കെ, അതല്ലാതെ 6 വണ്ടി പർച്ചേസ് സെയിൽ ചെയ്യാൻ വേണ്ടി, അതായത് ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് എടുക്കുന്ന രീതിയിൽ റെഫർ ചെയ്യുകയാണെങ്കിൽ 6 മാസത്തിനിടയിൽ വെറും 8 വണ്ടി ചെയ്യുകയാണെങ്കിലും ഈ തായ്ലാൻഡ് ട്രിപ്പ് ഉണ്ടാവും. ഓക്കെ,
അതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ അല്ലേ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കോംപ്ലിക്കേറ്റഡോ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ചാനലും കൂടി വരുന്നുണ്ട്, ജിതിൻ ബ്രോ സ്പീക്സ്. ഇതല്ല കോൺടാക്ട് വേറെയാണ്, വേറെ ടൈപ്പാണ്. അപ്പോൾ ജിതിൻ ബ്രോ നിങ്ങളുടെ പേര് തന്നെയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്, വേറെ ഒന്നല്ല. അപ്പോൾ അതിൽ തന്നെ തുടരാമെന്ന് വിചാരിച്ചു, അങ്ങനെ ഇട്ടാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അനസിൻ്റെ കോൺടാക്ട് ഡീറ്റെയിലും വീഡിയോയിലുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർസ് കൊടുക്കുക, ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്നും വിട്ടുപോകരുത്. അനസേ നന്ദി, നമസ്കാരം, എല്ലാവർക്കും നന്ദി, ബൈ.